മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു ഖേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഭരണഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം. ജസ്മിക്ക് എന്താണ് തോന്നുന്നത്? ഈ രത്തൻ കേൽക്കർ ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ഒരാളല്ല. അയാളൊരു IAS ഓഫീസറാണ്. നിരവധി സ്ഥലങ്ങളിലൊക്കെ കളക്ടറൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അയാൾക്കൊരു ഒരു ധാരണ, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അധികം അറിവുള്ള ഒരാളാണ്. അപ്പോൾ എവിടുന്നോ ഒരാളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല, കൃത്യമായിട്ട് അറിവും ഇതിൽ പരിജ്ഞാനമുള്ള ഒരാളാണ് ഇയാൾ. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ നിയമിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇല്ല. കാരണം നിയമപരമായിട്ടും ഭരണപരമായിട്ടും എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ തന്നെയല്ലേ ഈ സ്ഥാനത്തേക്ക് യഥാർത്ഥത്തിൽ വേണ്ടതും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് അത് നേരിട്ട് തിരഞ്ഞെടുക്കാനുള്ളൊരു അവകാശമുണ്ട്. അവകാശമുണ്ട്. മുഖ്യമന്ത്രിക്ക് തൻ്റെ ടീമിനെ അല്ലെങ്കിൽ ഈ ഒരു ഭരണസമിതിനെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ തൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലിബറുള്ള പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു സൈഡാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, അത് കഴിഞ്ഞുപോയ ഇലക്ഷൻ്റെ മെയിൻ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. അപ്പം ഇത്ര പെട്ടെന്ന് തന്നെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്ന സമയത്ത് അതിലൊരു അപാകത കാണുന്നില്ലേ? അപാകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയൊരു വിശ്വാസം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു നേതൃസ്ഥാനത്ത് നിന്ന ഒരാൾ പെട്ടെന്ന് തന്നെ അതേ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിട്ട് അല്ലെങ്കിൽ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവിടെ വോട്ട് ചെയ്ത ജനങ്ങൾക്കൊരു ഒരു കൺഫ്യൂഷനാ വന്നേക്കാം. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഇനിയിപ്പോൾ പുറത്ത് ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡീലുമായി ബന്ധപ്പെട്ടുള്ള അതിനുള്ളൊരു പ്രത്യുപകാരമായിട്ടാണോ ഈ സ്ഥാനം മുഖ്യമന്ത്രി കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും. അതുപോലെ തന്നെ BJPയും ഇതിനെ അത്യാവശ്യം നല്ല രീതിയിൽ എതിർക്കും. കാരണം സ്വാഭാവികമായിട്ടും കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു കൂൾ ഓഫ് ടൈം പോലും കൊടുക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും. ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ച് അല്ലെങ്കിൽ ഇത്രയും സീറ്റുകൾ നേടി ജയിച്ച് വന്ന ഒരു സർക്കാരും കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്ന ഒരാളല്ല, അതും നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു രീതിക്ക് തോന്നുമായിരിക്കും. ഇതൊരു പ്രത്യുപകാരമാണോ? അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലായിട്ടൊരു തോട്ട് വന്നു. പ്രത്യുപകാരമാണോ ശരിക്കും? അതുപോലെ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന പോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പറഞ്ഞിട്ടുള്ള ഇതേ ആൾക്കാർ തന്നെ സ്വന്തം സംസ്ഥാനത്തിൽ വരുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ നിയമിക്കുന്ന സമയത്ത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത പോലെ ഇതാക്കണം. ഒന്നെങ്കിൽ അവരത് ആദ്യം പറയരുതായിരുന്നു, പിന്നീട് ഇത് ഇവരുടെ കാര്യം വരുമ്പോൾ ഇവരത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രശ്നമുണ്ട്. പശ്ചിമ ബംഗാളിലാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പം അന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആളെ ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയാണ് അതിനെ എതിർത്ത് നിന്നത്. അപ്പോൾ കോൺഗ്രസിന് അവിടെ ഒരു നിലപാട്, കേരളത്തിൽ മറ്റൊരു നിലപാടുള്ളത് വരുമ്പോൾ ആളുകൾ ചോദ്യം ചെയ്തതിനെ കുറിച്ച് അതിന് മേൽ നമുക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇതെന്താ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഒരു വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് ആ ചോദ്യം ഉന്നയിച്ചു വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു നിയമനം വന്നു, ശരി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇന്ന സ്ഥാനത്തേക്ക് അയാളെ നിയമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കാലിബർ അവിടെ ശ്രദ്ധിക്കാതെ പോകരുത്. അതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്. കളക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്, ബിരുദമുള്ള ഒരാളാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിബറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവും അവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇത്തരം ഒരു കാര്യം ഉണ്ടായി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസർ ആയിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിയമിച്ചു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാലിബറും അവിടെ
എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനെതിരെ ഇപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ BJP നിന്നാണെങ്കിൽ സുരേന്ദ്രൻ ഇന്നലെ ഇതിനെതിരെ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം ഉന്നയിക്കുന്ന പോലെ കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ നടക്കുന്നു, രാഹുൽ ഗാന്ധി ബംഗാളിൽ ഇതുപോലൊരു പ്രശ്നം വന്ന സമയത്ത് വേറൊരു തീരുമാനം എടുക്കുകയും കേരളത്തിൽ വന്ന സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും പറയാതിരിക്കുമ്പോൾ BJPയുടെ സൈഡ് എന്നുള്ളത് ഒരു നിലപാട് അങ്ങനെയാണ്. ചോദ്യം ചോദിച്ചത് അങ്ങനെയാണ്. അതുപോലെ തന്നെ CPM-ലാണെങ്കിൽ പറയണ്ട, പ്രതിപക്ഷം നല്ല രീതിക്ക് ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപകാരത്തിന് ഉപകാരം അല്ലെങ്കിൽ ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം ഇതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. സോ ഒരു തേർഡ് പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലെന്തോ ഒരു കോൺഫ്ലിക്റ്റ് കിടക്കുന്നതായിട്ട് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഇതിനു പുറമെ ഇത്രയും വിമർശനങ്ങളും ചർച്ചകളും വന്നിട്ട് പോലും ഇന്നൊരു അവധി ദിവസമായിട്ട് പോലും അദ്ദേഹം ഇതിൽ ചുമതല ഏറ്റു എന്നുള്ള വാർത്തകളും കുറച്ചു മുമ്പ് വന്നു. അത് തന്നെ. ഇന്നിപ്പോൾ 11 മണിയായപ്പോഴേക്കും വന്നു. അദ്ദേഹം ചുമതല ഏറ്റു എന്നുള്ള രീതിയിലാണ്. അവരിതിനൊരു സെക്കൻഡായിട്ട്, അതായത് ഇത്രയും വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതൊന്ന് റീസ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല. സോ മേ ബി ഒരു ഡീലാരോപണത്തിന് സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇന്നലെ ഇതിനെതിരെ സംസാരിച്ചിരുന്നു. എതിരെയായിട്ടല്ല, ഇതിനെന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളിയാവാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ കയറിയതിനു ശേഷം അവരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. പക്ഷെ ഇതുപോലൊരു ഒരു ന്യൂസ് വരുന്ന സമയത്ത് ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ചർച്ചകൾക്കും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്കും ഒന്നും ഒരു വിലയും കൊടുക്കാതെ ഇത്ര പെട്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്, ഇന്നൊരു അവധി ദിവസമായിട്ട് പോലും അത്രയും തിടുക്കപ്പെട്ടിട്ട് ഇതിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ചുമതല ഏറ്റത് അത് ജനങ്ങളോട് കാണിച്ച അല്ലെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ വിമർശിച്ച ആളുകൾക്ക് പുല്ലുവില കൊടുത്തിട്ട് ചെയ്തത് സർക്കാരിനെ മോശമായി ബാധിക്കുമോ എന്നുള്ളതും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. സർക്കാരിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഇപ്പൊ തന്നെ ഏകദേശം കുറെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അതിൽ ഏറെക്കുറെ വിമർശനാതീതമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരിത് വരും കാലങ്ങളിൽ സർക്കാരിന് വിമർശനമായിട്ട് മാറോ അല്ലെങ്കിൽ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിലൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ ഒരു ജനാധിപത്യ വിശ്വാസലംഘനം ചെയ്ത പോലെ ഒരു തോട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പറഞ്ഞ പോലെ തന്നെ നമുക്കടക്കം തോന്നും. ഇപ്പം യാതൊരുവിധ രാഷ്ട്രീയ കക്ഷികളെയും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് തന്നെ നിൽക്കുന്ന സമയത്ത് തോന്നും, ഓക്കെ ഇവർ കഴിഞ്ഞ ഇതിൽ ഇരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പിടിച്ചിട്ട് പേഴ്സണൽ സെക്രട്ടറി ആക്കി. അതാണ് ഏറ്റവും വലിയൊരു, പേഴ്സണൽ സെക്രട്ടറി ചെറിയൊരു സ്ഥാനമല്ലല്ലോ. അതെ, മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാനം. അതാ പറഞ്ഞത്. അപ്പോൾ പേഴ്സണൽ സെക്രട്ടറി ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ഓക്കെ എന്തെങ്കിലും ഒരു ഇടപാടുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നും. മേ ബി പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ചിലപ്പം പേഴ്സണൽ താല്പര്യങ്ങൾ കൊണ്ടാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാകാം. എന്തായാലും അതിനെ വിമർശിക്കണോ അനുകൂലിക്കണോ എന്നുള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. വിമർശനങ്ങളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ബാധിക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. കണ്ടറിയാം.